ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അങ്ങോട്ട് ഒരു മടി വരികയും ചെയ്തു. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാനും ബാബിയും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് കൂടെ അല്ലാണ്ട് വഴിയിലൂടെ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് അങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ബാബി ഇങ്ങനെ പറഞ്ഞു, നല്ല മഴ പെയ്ത് തോർന്ന ഒരു അവസ്ഥ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്ക് നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് നടക്കാന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്ന് വരാമെന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടന്ന് ഇതാ മെയിൻ റോഡ് വരെ എത്തിയിട്ടോ. ഓരോ വീടുകളും അവിടെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളൊരു ഹാഫ് ആൻ അവർ നടന്നിട്ടുണ്ടാകും. അങ്ങനെ നടന്ന് വീട്ടിലെത്തി അങ്ങോട്ട് നോക്കുമ്പോണ്ട് ജിനൊക്കെ ജിനു നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഡ്രസ്സ് മാറാൻ പോയ ആ ടൈമിലാട്ടോ ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിത് എവിടെ പോയി എന്നുള്ള രീതിയിൽ അവൾ മുറ്റത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് പോകാനുള്ളതുകൊണ്ട് അവൾ ജുബിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. ആ ചെയറിലങ്ങോട്ട് ഇരുന്നതും മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ. ഇതിലങ്ങോട്ട് ക്ലാരിറ്റിയിൽ അങ്ങോട്ട് കാണുന്നില്ല തോന്നുന്നുണ്ട്, പക്ഷെ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭാഗ്യം അതിന് മുമ്പേ തിരിച്ചെത്തി എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഭയങ്കര റിഫ്രഷ്മെൻറ്റ് കേട്ടോ. പുറത്തൊക്കെ ഒന്ന് നടന്ന് വന്നതുകൊണ്ട് ഞാൻ കാണാത്ത ഓരോരോ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ അവർ രണ്ടുപേരും പോയിട്ടോ, ജുബിയും ജിനും പോയി. മോളെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ, അവർക്ക് അങ്ങനെ ഒരു ചെറിയ സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് മോളെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവൾ കാണാണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവരെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബാക്കിയുള്ള 3 മക്കൾസിൻ്റെ ജോലി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഓരോ ഇഡ്ഡലി കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവൾ അങ്ങനെ കറി കൂട്ടി കഴിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കളിക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഡ്ഡലി കൈ പിടിച്ച് തിന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇഡ്ഡലി കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്നലെ. ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ചൈൽഡ് സേഫ്റ്റി കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ മൂലം അവളൊരു ടീഷർട്ട് ഇല്ലാത്ത ഒരു വീഡിയോ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ അധികം മെനക്കെട്ടില്ല ആ വീഡിയോയിൽ. കാരണം എന്താ വെച്ചാൽ ഇനി ചാനലിനെ വല്ലതും അഫക്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടോ. അങ്ങനെ മക്കളവിടെ അവളുടെ ബർത്ത്ഡേക്കൊക്കെ കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര കളിയായിരുന്നു. ഞാനും ബാബിയും ഇരുന്ന് TV കാണുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് മമ്മി വന്നിട്ട്, ഞാൻ കുറച്ച് മുരിങ്ങ ഉപ്പേരി വെക്കുന്നുണ്ട്, ഞാൻ ഒറ്റക്ക് മുരിങ്ങ ഇല ഇതാക്കിയിട്ട് തീരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും കുറച്ച് ബാബിക്കും കുറച്ച് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മക്കളും കൂടി ഞങ്ങൾ അതിങ്ങനെ സൈഡിലൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുജി പോയ ആ ഗ്യാപ്പ് തന്നെ ഇതാ അവർ ജുബിയും ജീനും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവൾ അറിഞ്ഞത് ഇവർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ ജസ്റ്റ് അവർ ബാത്റൂമിലാണ്, അവർ മുകളിലാണ്, അവർ ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. വന്നപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം മമ്മയും പപ്പയും ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം അവൾ ജിനുവിൻ്റെ അടുത്തേക്ക് ഓടും എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ എല്ലാ മക്കളെയും പോലെ തന്നെ അവൾ ആദ്യം പപ്പൻ്റെ അടുത്തേക്കാണ് പോയത് കേട്ടോ. പപ്പക്കുട്ടിയാണ്, ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് തോന്നും അമ്മ എപ്പോഴും അവൈലബിൾ ആവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. അതിനുശേഷം നല്ല ചോറും വെണ്ടക്ക കറിയും പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇതാക്കിയ മുരിങ്ങ ഉപ്പേരിയും ബീഫ് പൊരിച്ചൊക്കെ കൂട്ടി നല്ല ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വീഡിയോ ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് കേട്ടോ. ബാക്കി ആ ചെടികളൊക്കെ ഒന്ന് താഴേക്ക് ഇറക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആയതിനു ശേഷം മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആയപ്പോൾ മുകളിലേക്ക് കയറി മുകളിലുള്ള ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണ്ടേ. അപ്പോൾ ഞാൻ വെള്ളം എന്താ പറയുക, ഒരു ബോട്ടിലെടുത്താണ് കയറിയത്. വെള്ളം കൂടി നല്ല കുറവാണ് ഈയിടായിട്ട് കേട്ടോ, ഭയങ്കര കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാം എന്നുള്ള രീതിയിൽ കയറിയതാണ്. ഞാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാബിയും കയറിയിട്ടുണ്ട് വിത്ത് കുറച്ച് ഫെററോ റോഷർ മിഠായും കൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിക്കണോ കുറേ നേരം ആലോചിച്ച് പിന്നെ
പിന്നെ കഴിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിന് ശേഷം അങ്ങനെ പിടിച്ച് നിന്ന് കേട്ടോ. പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കുറച്ച് നേരം അവിടേക്ക് കഥ പറഞ്ഞിരുന്നതിന് ശേഷം താഴോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ ഒരു 8 മണി 9 മണി ആ ഒരു ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഉള്ളതല്ല ഒരുമിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ചിക്കൻ സ്റ്റീക്കും പിന്നെ പാസ്തയും പിന്നെ സാലഡും പിന്നെ വേറെന്തോ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ചിക്കൻ സ്റ്റീക്കും പാസ്തയും മാത്രമാണ്. ബാക്കി ഭയങ്കര ഡിലേ. അപ്പോൾ ഞങ്ങൾ എപ്പോഴാണ് ഒരു 7 മണിക്ക് എങ്ങാനും ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് സാധനം ഇത് മാത്രം കിട്ടുന്നതിന് 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഫുഡിന് ക്വാളിറ്റി മോശം. പക്ഷേ അവർ മെജോറിറ്റി പൈസ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തന്നു കേട്ടോ. എന്തായാലും ഭയങ്കര ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വെറുതെ വാങ്ങിയ പോലെ ആയി, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈബ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ മക്കളും ഞങ്ങളും 3 ആളും കൂടിയിട്ട് കള്ളനും പോലീസും കളിക്കാണ് കേട്ടോ. ഡ്രസ് ഇട്ട ഒരാളാണ്. ചിരിക്കണ്ട് ചിരിക്കണ്ട്. ബാക്കിയുള്ള ഇല്ലാത്ത ആൾക്കാർക്ക് ചെവിക്ക് കുത്തലുണ്ട്. എല്ലാവർക്കും പല്ലുണ്ടോ? ഓന് ഓർമ്മ വന്നത് ഓന് 2 പല്ലില്ലല്ലോ. പക്ഷെ ആരും ഒരു സുഖമുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ പല്ലൊക്കെ വന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ കളിക്കുന്ന ഒരു കളിയാണ് കള്ളനും പോലീസും. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൊണ്ട് കൂടിയപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. വേറെ അന്താക്ഷരി അങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കാറുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒപ്പം ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ മക്കളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നി കേട്ടോ. മമ്മ പോലീസ്. ഞാൻ എടുക്കാം. ദീദി പറഞ്ഞു അക്കമൊക്കെ വേഗം പൊക്കോ. എന്താണ് അക്കം? ആണ്ട് പറ. അക്കം പിക്കം വേഗം പൊക്കോ. അക്കം പിക്കം വേഗം പൊക്കോ. അക്കം പിക്കം വേഗം പൊക്കോ. അക്കം പിക്കം വേഗം പൊക്കോ. വാബിയാണ്. ആ കടിക്കരുത് ഇതില്. അല്ല അന്നു. ആരാണ്? ഞാൻ പറഞ്ഞില്ലേ മക്കളെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. മക്കൾക്കാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് മക്കളെ ഓരോ മൂമെൻറ്റ്സ് നമുക്ക് മനസ്സിലാവുമല്ലോ, അങ്ങനെ തോന്നി കേട്ടോ ഈ കളി കളിച്ചപ്പോൾ. അങ്ങനെ ഒരു 8-10 റൗണ്ട് കളിച്ചു. നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പിന്നെ ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ ടൈം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. മക്കളെ ഇട്ടൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ അവരോരോ കുരുത്തക്കേടുകളൊക്കെ ഇങ്ങനെ എല്ലാം പുറത്ത് വരുന്നുണ്ടായിരുന്നു. ട്രൂത്ത് ഓർ ഡെയർ കളിച്ചപ്പോൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ 3 പേരുടെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗെയിം. അവരോരോരോ ക്ലാസ്സിലും സ്കൂളിലൊക്കെ ഉള്ള കുരുത്തക്കേടുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റി. അങ്ങനെ ഈ ഗെയിംസിന് ശേഷം ഞങ്ങൾ വിന്നർ ആരാന്നുള്ള കണ്ടുപിടിക്കാനുള്ള കണക്ക് കൂട്ടലിലാണ് കേട്ടോ. അതാണല്ലോ ഇതിൻ്റെ മെയിൻ. പക്ഷെ നമുക്കിത് ഫണ്ണാണെങ്കിലും മക്കൾക്ക് തോൽവി ജയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയില്ലെങ്കിലും ഏറ്റവും ലാസ്റ്റ് ആവാതെ നിൽക്കുന്നതാണല്ലോ നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് സാഡായി നിൽക്കുക കേട്ടോ. അന്നു ആണ് ലാസ്റ്റായി പോയത്. അപ്പോൾ ഞാൻ ഇത് ഓൺ വോയിസ് തന്നെ ഇടയിക്കാം കേട്ടോ. ഫസ്റ്റ് തൊട്ടിട്ട് പറയാം. ഫസ്റ്റ് ആര്യൻ, ജെറൈനോ, സെക്കൻഡ് ആര്യൻ, തേർഡ് ദീദി,
അയ്യോ എന്നെ കാണിക്കാൻ പറ്റുന്നില്ല. ഫോർത്താരാ ഇയല്ലേ? ഫിഫ്ത്ത് ബാബി. ലാസ്റ്റ് അനു. ഇത് അപ്പോൾ ലാസ്റ്റ് ആയതിൻ്റെ നല്ല വിഷമത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ പറഞ്ഞ് അവളെയൊക്കെ സാഡ്നെസ്സൊക്കെ മാറ്റി ഒരു വിധത്തിൽ അവളെ സെറ്റാക്കി എടുത്തു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെ ആവൂലേ. ഏറ്റവും ലാസ്റ്റ് ആയിപ്പോയതിൻ്റെ സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പിന്നെ ഞങ്ങൾ കെട്ടിയന്മാരൊക്കെ വന്നപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല ലേറ്റായിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. 2-3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് വേണം പറയാൻ കേട്ടോ. ഇത്രേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല, ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം. ബൈ ബൈ.